പിണറായി സർക്കാരിനെതിരെ ആരോപണങ്ങൾ പലത് വന്നിട്ടുണ്ട്. പ്രതിഷേധങ്ങൾ അനവധി ഉയർന്നിട്ടുമുണ്ട്. ട്രോളുകളും ഒത്തിരിയല്ല. പക്ഷേ സംസ്ഥാനത്തെ 2 മന്ത്രിമാരെ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പൊതുവേദികളിൽ കൊച്ചു പിള്ളേര് പോലും ആക്കിവിടുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ആ 2 മന്ത്രിമാർ ആരൊക്കെയെന്നല്ലേ? ഒന്ന്, കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ. മെസ്സിയുടെ പേര് പറഞ്ഞ് ആരാധകരെ കബളിപ്പിച്ച കായിക വകുപ്പ് മന്ത്രിക്കെതിരെ വലിയ പ്രതിഷേധമുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം കുറ്റിപ്പുറത്തെത്തിയ മന്ത്രിയെ കോളേജ് പിള്ളേർ തന്നെ ട്രോളി വിട്ടു. മെസ്സിയുടെ പേരിൽ ഗോളടിക്കാൻ ശ്രമിച്ച കായിക മന്ത്രിയാണ് ഇപ്പോൾ സെൽഫ് ഗോളിൽപ്പെട്ട് ട്രോളുകൾ ഏറ്റുവാങ്ങി ജീവിതം തള്ളി നീക്കുന്നത്. കുറ്റിപ്പുറം KMCT ലോ കോളേജിൽ ആർട്ട് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യാനെത്തിയത് മാത്രമേ കായിക മന്ത്രിക്ക് ഓർമ്മയുള്ളൂ. പിള്ളേരുടെ ട്രോളിൽപ്പെട്ട് എയറിലായ മന്ത്രിയെയാണ് പിന്നെ കേരളം കണ്ടത്. മെസ്സിയുടെ ജേഴ്സി അണിഞ്ഞ് മെസ്സി എവിടെ മന്ത്രി എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു കുട്ടിക്കൂട്ടത്തിന്റെ സൂപ്പർ ട്രോൾ. മന്ത്രിയെ സ്വാഗതം ചെയ്തവരും മന്ത്രിയിൽ നിന്ന് ഉപഹാരങ്ങൾ വാങ്ങിയവരുമെല്ലാം എത്തിയത് മെസ്സിയുടെ ജേഴ്സി അണിഞ്ഞും അർജന്റീനയുടെ പതാക ഏന്തിയുമൊക്കെയാണ്. ഈ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി കാണും. മെസ്സിയുടെ പേരിൽ ജനങ്ങളെ പറഞ്ഞു പറ്റിച്ച കായിക മന്ത്രിക്കും സംസ്ഥാന സർക്കാരിനും ഇതിൽ പരം വേറെ കൊട്ടുകൊടുക്കാനില്ല. മന്ത്രിയെ നെയ്സായി ആക്കിവിട്ട കുറ്റിപ്പുറം KMCT ലോ കോളേജിലെ പിള്ളേർക്ക് കൈയടിക്കുകയാണ് കേരളം. ഇതൊക്കെ ഒറ്റപ്പെട്ട കാര്യമല്ലേ? വലിയ ഇഷ്യൂ ആക്കാൻ എന്തിരിക്കുന്നു എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവർക്കുള്ള മറുപടി മഞ്ചേരിക്കാർ നൽകും. മഞ്ചേരിക്കാരുടെ മുന്നിൽപ്പെട്ട് ഗ്യാസ് പോയത് സാക്ഷാൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനാണ്. ഡോക്ടർ ഹാരിസിന്റെ പ്രശ്നത്തിൽ തന്നെ കയ്യും പൊള്ളി നട്ടം തിരിഞ്ഞിരിക്കുന്ന ആരോഗ്യമന്ത്രിക്ക് കിട്ടിയത് വല്ലാത്ത പൊട്ടായിപ്പോയി. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനത്തിന് എത്തിയതായിരുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഉദ്ഘാടന വേളയിൽ മഞ്ചേരി ജനറൽ ആശുപത്രിക്കായി വാങ്ങിയ സ്ഥലം സർക്കാർ ഏറ്റെടുക്കണമെന്ന് പരിപാടിയിൽ അധ്യക്ഷനായിരുന്ന UA ലത്തീഫ് മന്ത്രിയോട് അഭ്യർത്ഥിച്ചു. 2016 തന്നെ മഞ്ചേരി ജനറൽ ആശുപത്രി നഗരസഭയ്ക്ക് കൈമാറിയിട്ടുണ്ട് എന്നും ഇനി അവരാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നും മന്ത്രി മൈക്കിലൂടെ വെച്ചങ്ങ് കാച്ചി. മന്ത്രി പറഞ്ഞത് വാസ്തവ വിരുദ്ധമാണ് എന്നും അങ്ങനെയൊരു ഔദ്യോഗിക വിവരം ലഭിച്ചിട്ടില്ല എന്നും പറഞ്ഞ് നഗരസഭാ ചെയർപേഴ്സൺ പരസ്യമായി രംഗത്തെത്തി. ഉടനെ മന്ത്രി ഒരു ഹീറോയിസം കാണിച്ചു. ഇന്നാ പിടിച്ചോ തെളിവെന്നും പറഞ്ഞ് സിനിമാ സ്റ്റൈലിൽ കുറച്ച് രേഖകൾ വീണ ജോർജ് ഉയർത്തിക്കാട്ടി. സർക്കാർ ഉത്തരവാണ് എന്നാണ് മന്ത്രി പറഞ്ഞത്. പക്ഷേ ചെയർപേഴ്സൺ വിട്ടില്ല. നിങ്ങൾ 2 വർത്തമാനമാണ് പറയുന്നത്. ആദ്യം പറഞ്ഞത് ഇല്ല എന്നായിരുന്നു, ഇപ്പോൾ മാറ്റി പറയുന്നു എന്ന് പറഞ്ഞ് മന്ത്രിക്കരികിലേക്ക് വന്നു. മന്ത്രിയെ പഴംപൊരി പോലെ നിർത്തിയങ്ങ് പൊരിച്ചു. പരസ്യമായി നിന്ന് വിയർത്ത മന്ത്രി തന്റെ കയ്യിലുള്ളത് ഉത്തരവാണ് എന്നും പറഞ്ഞ് നെയ്സായി ഇറങ്ങിപ്പോയി എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് പാവം റണ്ണൌട്ടായി എന്ന് പറയുന്നതാകും ഉചിതം. വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച ശ്രീമതി വീണ ജോർജ് അവറുകൾക്ക് നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു മാഡം. അതായത് ഇവിടെ പറഞ്ഞൊരു കാര്യത്തിൽ ഒരു വ്യക്തത. 2016 ഓഗസ്റ്റിൽ നമ്മുടെ വിവിധ ജനറൽ ആശുപത്രികൾ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വിട്ടുകൊടുത്തപ്പോൾ അതിൽ 15 ജനറൽ ആശുപത്രികളാണ് വിട്ടുകൊടുത്തത്. അതിൽ 11ാമത്തെ ഇനമായിട്ട് ഏറ്റവും സമാദരണീയനായിരുന്ന പാണക്കാട് സായിദ് മുഹമ്മദ് സാഹിബ് തങ്ങൾ സ്മാരക ജനറൽ ആശുപത്രി മലപ്പുറം മഞ്ചേരി മുനിസിപ്പാലിറ്റിക്ക് വിട്ടു നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൽ ആ ഓർഡറാണിത്, ഗവൺമെൻറ് ഓർഡർ. അപ്പോൾ അതുകൊണ്ട് അതാണിപ്പോൾ ചെയർപേഴ്സൺ പറഞ്ഞത്. അത് ചെയർപേഴ്സൺ പറഞ്ഞതുകൊണ്ട് അതിൽ ഞാൻ വരുന്നതിന് മുൻപ് ടീച്ചറിൻ്റെ കാലത്ത് തന്നെ അത് വിട്ടുകൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിലൊരു അവ്യക്തത വേണ്ട. അത് അന്നത്തെ ഓർഡറാണിത്. ശരി ശരി, അതൊരു കുഴപ്പമില്ല. ഇത് ഓർഡറാണ്. ഒരു കാര്യം ചെയ്തോട്ടെ. നമുക്കൊരു കാര്യം, ഇതൊരു ഗവൺമെന്റ് ഓർഡർ ആണല്ലോ. അപ്പം ഞാൻ നമുക്കതിലൊരു അങ്ങനൊരു പൊതുവായ വികാരമല്ലേ. പാവം വീണ മന്ത്രി വല്ലാതെ അങ്ങ് വിയർത്തുപോയി. ദൃശ്യങ്ങളിൽ വ്യക്തമാണ്.
ഈ ജനറൽ ആശുപത്രിയെ ചൊല്ലി മഞ്ചേരിയിൽ വർഷങ്ങളായി LDF UDF പോര് രൂക്ഷമാണ്. ആശുപത്രി മഞ്ചേരിയിൽ നിന്ന് മാറ്റാൻ സർക്കാർ ശ്രമിക്കുന്നുവെന്നാണ് UDFന്റെ ആരോപണം. ഇതിനെതിരെ നിരവധി സമരങ്ങളും ഇവർ നടത്തിയിട്ടുണ്ട്. എന്നാൽ ജനറൽ ആശുപത്രി 2016 സർക്കാർ നഗരസഭയ്ക്ക് കൈമാറിയെന്നും ഇനി നഗരസഭയാണ് ആശുപത്രി പുനഃസ്ഥാപിക്കേണ്ടത് എന്നുമാണ് LDFന്റെ വാദം. നഗരസഭാ അധ്യക്ഷയുടെ പ്രസംഗത്തിലെ രാഷ്ട്രീയം വേദിയിലുണ്ടായിരുന്ന CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VM ഷൗക്കത്ത് മന്ത്രിയെ ധരിപ്പിച്ചു. ഇതോടെ തിരികെയെത്തിയ മന്ത്രി 2016 ജനറൽ ആശുപത്രികൾ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വിട്ടുകൊടുത്തപ്പോൾ മഞ്ചേരിയിലെ ജനറൽ ആശുപത്രിയും നഗരസഭയ്ക്ക് കൈമാറിയിട്ടുണ്ട് എന്ന് മറുപടി നൽകി. ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവിന്റെ കോപ്പിയാണ് മന്ത്രി ഉയർത്തിക്കാട്ടിയത്. ഇനി ഇതിൽ അവ്യക്തത വേണ്ട എന്നും മന്ത്രി പറഞ്ഞു. ഇതോടെയാണ് സദസ്സിൽ നിന്ന് UDF നേതാക്കൾക്കെതിരെ കൂക്കുവിളി ഉയർന്നത്. ഇത്തരം വാഗ്വാദങ്ങളല്ല പൊതുവായ നാടിന്റെ വികാരത്തിനൊപ്പം നിൽക്കുകയാണ് വേണ്ടത് എന്ന് അവരെ ഓർമ്മിപ്പിച്ച് മന്ത്രി മടങ്ങി. അതിനിടെ മന്ത്രി കള്ളം പറയുകയാണ് എന്നും പറഞ്ഞ് നഗരസഭാ വൈസ് ചെയർമാൻ PP ഫിറോസ് രംഗത്തെത്തി. ഇതോടെ VM ഷൗക്കത്ത് മറുപടിയുമായി വന്നു. ആശുപത്രി ഇവിടെ നിന്ന് മാറ്റുന്നുവെന്ന് പറഞ്ഞ് സമരം ചെയ്തവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നും മാറ്റാൻ പോകുന്ന ജനറൽ ആശുപത്രിക്ക് ഇപ്പോൾ സർക്കാർ 10 കോടി അനുവദിച്ച കാര്യവും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇതോടെ DYFI പ്രവർത്തകർ കൂക്കി വിളിച്ചു. മന്ത്രിയെ നേരിൽ കണ്ടപ്പോൾ ഇതൊന്നും പറഞ്ഞില്ലെന്നും HMC രൂപവൽക്കരിക്കാൻ സർക്കാർ അനുമതി തന്നാൽ ആശുപത്രി നഗരസഭ ഏറ്റെടുത്ത് നടത്തുമെന്നും പറഞ്ഞ് ചെയർപേഴ്സണും വേദി വിട്ടു. അപ്പോ പറഞ്ഞു വന്നത്, പിണറായി സർക്കാരിലെ മന്ത്രിമാരെ പൊതുജനം ഇങ്ങനെ പരസ്യമായി കുടഞ്ഞു വിടുന്നത് കുറച്ച് കൂടിയിട്ടുണ്ട് എന്ന് ചുരുക്കം. ജനങ്ങളെ മറന്ന് അഹന്തയും നടിച്ച് നടന്നാൽ പബ്ലിക് കോർട്ടിൽ ഇതുപോലുള്ള വിചാരണകൾ ഇനിയും ഉണ്ടാകുമെന്ന് ഏമാന്മാർ മനസ്സിലാക്കിയാൽ കൊള്ളാം. സർക്കാരിന്റെ കൊള്ളരുതായ്മകൾ കണ്ട് ഇനിയും ജനങ്ങൾ സൈലന്റായി ഇരിക്കുമെന്ന് നിങ്ങൾ കരുതണ്ട കേട്ടോ.